അപ്പോൾ ഗൈസ് നമ്മളിത് കൊച്ചിയിൽ നിന്ന് റിട്ടേൺ വീട്ടിലെത്തിയതിന് ശേഷം പിറ്റേ ദിവസം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു മുസ്ലിം ബ്രൈഡൽ ലുക്കാണ് കേട്ടോ. അപ്പോൾ ആളുടെ വീട് വരുന്നത് അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ. അപ്പോൾ ഒരു 5:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്നലെ വന്ന് ലേറ്റായിട്ട് കേട്ടോ കിടന്നത്. 2:30 ആയിരുന്നു കേട്ടോ കിടന്നപ്പോൾ. പക്ഷേ വർക്ക് ഉണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡാട്ടോ പോകുന്നുണ്ടായിരുന്നത്. ഞാനും സവേട്ടനും കൂടി ഒരു 5:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. മക്കളൊക്കെ അമ്മേൻ്റെ അടുത്താണ് കേട്ടോ. മക്കളൊക്കെ ഉറങ്ങാണ്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഒരു 1.5 കിലോമീറ്ററൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാളും ഉറങ്ങണം. ഒരു 5:15 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആളുടെ മേക്കപ്പിൻ്റെ വന്നിട്ട് ആൾക്ക് നല്ല പിങ്ക് ഗ്ലോ കിട്ടുന്ന മേക്കപ്പ് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളുടെ ഡ്രസ്സും തന്നെ നല്ലൊരു ഭയങ്കര റിച്ച് ലുക്കാട്ടോ. നല്ല അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നല്ല ഹെവി വർക്കൊക്കെ വരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ആൾക്ക് ഗ്ലോ അല്ല, നല്ല മേക്കപ്പ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് ലെൻസ് വയ്ക്കാൻ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിയിട്ട് ആൾ കണ്ണ് തുറക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവസാനം ലെൻസും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ അത് ഓപ്പൺ ഹെയർ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് കേളി ഹെയർ ഇതേപോലെ ഫ്രണ്ടിലോട്ട് ഇടണം, ഓപ്പൺ ഹെയർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹെയർ കാണുന്ന രീതിയിലുള്ള ലുക്കാണ് ആൾക്ക് ഇഷ്ടം. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഫുൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോസൊന്നും ഇതിൻ്റെ അല്ല കേട്ടോ, കുറച്ച് വീഡിയോസ് ഉള്ളൂ. അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് എടുത്തിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തി ഉണ്ട് കേട്ടോ. അനിയത്തിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ അത്. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ ഇന്നത്തെ വർക്കിന്. എനിക്ക് തോന്നുന്നു അവരൊരു 6-7 എത്ര ക്ലാസ് മുതൽ അവർ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ഡിഗ്രി വരെ അവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി എണീച്ചു കേട്ടോ. ഉറങ്ങി എണീച്ചതിന് ശേഷം പിന്നെ നേരെ ലഞ്ചാട്ടം കഴിച്ചത്. ലഞ്ചിന് ഉച്ചയ്ക്ക് ചോറും മോരുകറിയും ഉപ്പേരിയും കിഴങ്ങ്, പിന്നെ മീനച്ചാറുണ്ടായിരുന്നു, പിന്നെ ഉണക്കമീൻ, പപ്പടം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പെരിന്തൽമണ്ണ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പെരിന്തൽമണ്ണയ്ക്കൊക്കെ പോയി. അതൊന്നും ഡീറ്റെയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ പെരിന്തൽമണ്ണയ്ക്കൊക്കെ പോയിട്ട് പിന്നെ വന്നിട്ട് ഉറങ്ങി. കാരണം 2-3 ദിവസമായിട്ട് കുറച്ച് ഉറക്കത്തിന് നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി മക്കളൊക്കെ നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങൽ. പിന്നെ വർക്കും കൂടി വന്ന് നമുക്ക് ഒട്ടും ഉറക്കമൊന്നും ബാലൻസ് ചെയ്യും.